കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപ് UDF അംഗങ്ങൾക്കൊപ്പം എത്തിയ LDF കൗൺസിലറെ CPM പ്രാദേശിക നേതാക്കൾ കടത്തിക്കൊണ്ടുപോയെന്ന് പരാതി. LDF കൗൺസിലർ കലാരാജുവിനെയാണ് പോലീസ് നോക്കി നിൽക്കെ പിടിച്ചുകൊണ്ടുപോയത്. കലാരാജുവിന്റെ മകൾ പോലീസിൽ പരാതി നൽകി. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് നാടകീയ രംഗങ്ങൾ. UDF അംഗങ്ങൾക്കൊപ്പം എത്തിയതായിരുന്നു LDF കൗൺസിലർ കലാരാജു. വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുന്നോട്ട് നീങ്ങുന്നതിനിടെ CPM പ്രാദേശിക നേതാക്കൾ കുതിച്ചെത്തി. UDF കൗൺസിലർമാരെ തള്ളിമാറ്റി കലാരാജുവുമായി കടന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നഗരസഭയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതിക്രമം നടക്കുമ്പോൾ പോലീസ് നോക്കി നിന്നുവെന്ന് UDF ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. ഒരു വിട്ടുവീഴ്ചക്കാരത്തിലില്ല. ഇവിടെ എന്തും ചെയ്യാൻ പക്കാ ഗുണ്ടായിസം ഇവിടെ കാണിക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ ജനാധിപത്യം ഉണരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ കൗൺസിലർ തട്ടിക്കൊണ്ടുപോയത് എവിടെയാണ്? ഇത്ര നേരം പോലീസുകാർ അന്വേഷിച്ചോ? കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് 13 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. UDFന് 11 അംഗങ്ങളും ഒരു സ്വതന്ത്രനുമുണ്ട്. LDF അംഗത്തെയും സ്വതന്ത്രനെയും ഒപ്പം നിർത്തി ഭരണം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു UDF. മീഡിയ 1 കൊച്ചി.